എന്താ ഇപ്പൊ ക്ലാസ്സില്ലേ? ക്ലാസ് കഴിഞ്ഞു പോവാം. എടാ, ഇന്ന് ഫസ്റ്റ് അവർ ഏതാ? ഓ, ഇന്ന് ഫസ്റ്റ് അവർ ആ മൊത്തായിടെയാ. അങ്ങനെയാണോ? എടാ, റെക്കോർഡ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഒരാഴ്ച കൊണ്ട് അങ്ങനെ പറയുക. ആ, എടുത്തു. അല്ലെങ്കിൽ ലാബിൽ മൊത്താടെ താണ്ടാൻ കാണാം. എടാ എടാ നീ റെക്കോർഡ് എടുത്തോ? എടാ പൊട്ടാ, അല്ല നീ ഇത് ഏത് ലോകത്താ? എന്ത് എന്താടാ? അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഒന്നും നീ കേട്ടില്ല? അതിന് നിങ്ങളെന്ത് പറഞ്ഞു? ഉണ്ടാ പോടാ, നീ ഒന്നും കേക്കണ്ട. പൂർത്തിയെ റിജക്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടോ? ആര്? എടാ എടാ മാധവ്, നീ ഇങ്ങനെ മതി. ഉപദേശം കേട്ട് കേട്ട് ഞാൻ മടുത്തു. വേണ്ടെങ്കിൽ വേണ്ട. ചേടാ, ഞങ്ങൾക്കെന്താ? തന്നെ സാറ് വിളിക്കുന്നുണ്ട്. ആ, ഓക്കെ. ഞാൻ സ്റ്റാഫ് റൂം വരെ പോയിട്ട് വരാവേ. ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. അതെന്തിനാ? സാധാരണ വാഷ്റൂമിൽ എന്തിനാ പോകുന്നേ? അത് തന്നെ. അതല്ല, നീ ഇങ്ങോട്ട് വരുമ്പോ ഒന്ന് കേറിയതല്ലേ? ഷടാ, ഇത് വലിയ കഷ്ടമാണല്ലോ. രാവിലെ കയറിയെന്ന് വെച്ചിട്ട് ഇപ്പൊ കയറാൻ പാടില്ലെന്നുണ്ടോ? നീ പൊയ്ക്കോ, പോകണ്ടെന്ന് ആര് പറഞ്ഞു? വേണമെങ്കിൽ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്തോ, ഞങ്ങൾക്ക് എന്താ? എന്താ? എന്ത്? എന്താന്ന്? വന്ന് മൂട് പോയി. എന്താന്ന്? ഇങ്ങനെയാണോ വേണ്ടേ? നീ ഡ്രാമാസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ആണെങ്കി അയ്യടാ, ആണെങ്കി അത് പിന്നെ ഭയങ്കര റൊമാൻസ് ആയിട്ട്. ഇപ്പൊ തന്നെ ഇത് കാണുന്ന നമ്മുടെ പിള്ളേര് ഒരു കിസ്സിംഗ് സീൻ പ്രതീക്ഷിച്ചിരിക്കാതിരിക്കത്തില്ലേ? അയ്യടാ, കിസ്സിംഗ് സീൻ നമ്മുടെ പിള്ളേരങ്ങനെ പലതും പ്രതീക്ഷിക്കും. എന്ന് വെച്ച് നമുക്കാണ് എക്സാം. നീ വന്നേ. എക്സാം എന്ന് വെച്ചു നീ പലതും പ്രതീക്ഷിച്ചു. ഒരു ഉമ്മക്ക് ഇത്ര ഡിമാൻഡാണോ? ഉമ്മയ്ക്ക് അത്ര വലിയ ഡിമാൻഡ് ഒന്നുമില്ല. പക്ഷേ ഇപ്പൊ അതിനുള്ള ടൈം അല്ല. നീ വന്നേ. ഞാൻ വന്നോളാം, നീ പോയിക്കോ. അതെ, പിണങ്ങൊന്നും വേണ്ട. പിന്നെ ഇവിടെ വായ നോക്കിക്കൊണ്ട് നിൽക്കാതെ എളുപ്പം അങ്ങ് വന്നേക്കണം. ഞാൻ പോവാ. ശരി. നിധു, സാർ എന്തിനാ വിളിപ്പിച്ചേ? എല്ലാരോടും പ്രാക്ടിക്കൽസിന് കയറാൻ പറഞ്ഞു. സാർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരും. ഓ, രാവിലെ തന്നെ അങ്ങനെ പണി തുടങ്ങി. വാടാ, നേരത്തെ പോയേക്കാം. അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വരുന്നില്ലേ?
എങ്ങോട്ട്? നിനക്കൊരു കല്യാണം ആലോചിക്കാൻ വാടാ പുല്ലേ. എടാ കോട്ട് ആടെങ്കിലും എടുത്തോണ്ട് വാടാ. റെക്കോർഡ് ബുക്ക് എടുക്കാൻ മറക്കല്ല കേട്ടോ, സാറ് ഒരാഴ്ച കൊണ്ട് പറയുക. അയ്യോ പണ്ട് നന്നായി, ഞാനിപ്പോ മറന്നേനെ. എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. റെക്കോർഡ് ബുക്ക് ഇല്ലാത്തവരാരും പ്രാക്ടിക്കൽ ചെയ്യണ്ട. കൊണ്ടുവരാത്തവരെല്ലാം ഇപ്പൊ തന്നെ വെളിയിൽ ഇറങ്ങിക്കോ. റെക്കോർഡോ? ഇതൊക്കെ എപ്പോ പറഞ്ഞു? ഇതല്ലടാ പുല്ല് രാവിലെ തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എപ്പോ? ഓഹോ, അപ്പൊ നീ ശരിക്കും ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനോ, ഇങ്ങനെ ഇറക്കിടും അത്ര തന്നെ. ബീക്കർ മൊത്തം ഇന്ന് നിന്നെ കൊണ്ട് ബീക്കർ പിടിപ്പിക്കില്ല മോനെ. എന്തുവാടാ അവിടെ? നിന്റെ റെക്കോർഡ് എന്തേ? സർ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടോ മാധവ്, തന്റെ റെക്കോർഡ് എന്തേ? അത് സാർ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. തന്നെ കൊണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, നിന്നെയൊക്കെ തെറി വിളിച്ച് എന്റെ ബി പി കൂടുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല. ഇറങ്ങിക്കോ, ഇപ്പൊ ഇറങ്ങിക്കോ. റെക്കോർഡ് ഇല്ലാത്തവരാരും പ്രാക്ടിക്കൽ വേണ്ട. എന്താണോ നോക്കി നിൽക്കുന്നത്? വേഗം വെള്ളോട്ട് ഇറങ്ങ്. ബാക്കിയുള്ളവരെല്ലാരും പ്രാക്ടിക്കൽസ് ചെയ്യാൻ തുടങ്ങും. സർ, എന്താണോ മൈഥിലി, റിയേജൻസ് എല്ലാം ഇല്ല അവിടെ? അതല്ല സർ, റെക്കോർഡ് എല്ലാം പ്രാക്ടിക്കൽസ് കഴിഞ്ഞ് കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിലോട്ട് വെച്ചേക്ക്. അല്ല അതല്ല, റെക്കോർഡ് ഞാനും കൊണ്ടുവന്നിട്ടില്ല. റെക്കോർഡ് എടുത്തില്ലായിരുന്നു? അല്ല, ഞാനെടുത്ത റെക്കോർഡ് മാറിപ്പോയി. ഈ എക്സാമിന്റെ സമയത്ത് അതും താനൊക്കെ ഇതിനൊന്നും ഞാൻ ഒരു എക്സ്ക്യൂസും തരില്ല. വേഗം ഇറങ്ങിക്കോ. എന്നാലും ഇത് റെക്കോർഡ് എന്താ? അല്ല, റെക്കോർഡ് ശരിക്കും മറന്നു പോയതാണോ അതോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദക്ക് നാളെ മുതൽ റെക്കോർഡ് കൊണ്ടുവന്നോണം. എനിക്ക് പറ്റത്തില്ല. എന്ത്? അത് എല്ലാ ദിവസവും ഇങ്ങനെ വെളിയിറങ്ങ. അപ്പൊ മൈഥിലി മോൾക്ക് ശരിക്കും മാറിപ്പോയതല്ലേ? റെക്കോർഡ് ബാഗിൽ തന്നെ ഉണ്ടാകുമല്ലേ? കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട അവിടെ മിണ്ടാവുന്നു. അപ്പോ എന്താ പരിപാടി? എന്ത് പരിപാടി? അല്ല, ഇനി ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. നീ വാ. എങ്ങോട്ട്? നമുക്ക് ഇവിടുന്ന് പോകാം. നീ വാ. അതേടാ, പ്രാക്ടിക്കലിനും കയറിയില്ല. ഇനി ഞാൻ നിന്റെ കൂടെ കറങ്ങാനും വരാം. അങ്ങനെ കൂടുതൽ ജാടയാണെങ്കിൽ നീ അവിടെ തന്നെ നിന്നു. ഞാൻ പോവാ. ഞാനും വരുന്നു. നീ ഇതെങ്ങോട്ട് എന്നെ കൊണ്ടുവന്നേ? നീ വാ, അതൊക്കെ ഉണ്ട്. നോക്ക്, നീ എന്തായാലും ഇവിടെ വരാൻ ചാൻസേ ഇല്ല. എന്ത് രസാ ഇവിടെ.
ഇതാണ് ഞങ്ങളുടെ സീക്രട്ട് പ്ലേസ്. അധികം ആരും ഇങ്ങോട്ട് വരില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നീ വാ, ഇവിടെ ഇവിടെ ഇരിക്ക. ഇവിടെ ആവുമ്പോ സ്വസ്ഥായിട്ട് നമുക്ക് ഭാവിയും ഭൂതവും എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇനി നീ പറ. അത് പറഞ്ഞു. നീ ഇത് സീരിയസ് ആയിട്ടില്ലേ? എന്ത്? നമ്മുടെ കാര്യം. നിനക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നേ? അല്ല, അത് ഞാനെന്താ കളിക്കുവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതല്ല. പിന്നെ എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എന്റെ അമ്മയെ പറ്റിയും നിന്റെ അച്ഛനെ പറ്റിയും നിനക്ക് നല്ല ധാരണ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, നല്ല ധാരണയുണ്ട്. നമ്മുടെ കാര്യം പിന്നെ അവരറിഞ്ഞാല് അവരുടെ വാശി ജയിക്കത്തുള്ളൊന്നും നിനക്കറിയാമല്ലോ അല്ലേ? ഓഹോ, അപ്പൊ എന്റെ കൂടെ ഇവിടെ വന്നത് നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവ മഹിമ പറയാനാണോ അതോ ബ്രേക്കപ്പോ? എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ചുമ്മാ അങ്ങ് ബ്രേക്കപ്പ് പറഞ്ഞു പോയാ പറഞ്ഞു. എനിക്ക് പിന്നെ എന്തുവാ നീ പറഞ്ഞു വരുന്നേ? നീ വിചാരിക്കുന്ന പോലെ ഇത് കുട്ടിക്കളി അല്ല. അത് ഞാൻ എപ്പോഴാ ഇത് കുട്ടിക്കളിയായിട്ട് എടുത്തേ? അപ്പൊ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും? ഓ എന്റെ പൊട്ടി, വീട്ടിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവും. നീ പറഞ്ഞു പഠിപ്പിക്കണോ? ഇവള് ആദ്യം ഞാനൊന്ന് കംപ്ലീറ്റ് ആകട്ടെ, എന്നിട്ട് പറ. എന്ത്? എന്റെ കുഞ്ഞി, വീട്ടിൽ എന്തായാലും പ്രശ്നം ഉണ്ടാവും. പക്ഷേ നമ്മൾ അതെല്ലാം ഒരുമിച്ച് നേരിടും. എന്താ അതുപോലെ? എന്താ നിനക്ക് സംശയമുണ്ടോ? സത്യം? എനിക്കെന്ത് സംശയം? സംശയമൊന്നുമില്ല. അല്ലല്ല, നിനക്ക് ചെറിയ സംശയമുണ്ട് ഇല്ലേ? ഇല്ലെന്നല്ലേ നിന്നോട് പറഞ്ഞേ? അല്ല എന്നാലും ശരി, ഇല്ലെന്ന്. മത വേണ്ട, നിന്റെ നമ്പറൊക്കെ എനിക്കറിയാം. എന്തറിയാം? അതൊക്കെ അറിയാം. നീ പോയേ ഇല്ലെങ്കിൽ അവളോട് പോകാൻ പറ. അവരെല്ലാം പ്രാക്ടിക്കൽ കഴിഞ്ഞിപ്പോ ക്ലാസ് വന്നു കാണും. നീ വാ എളുപ്പം. നീ ഇറങ്ങിക്കോ, ഞാൻ പറയാൻ വന്നേക്കാം. ഓക്കെ, ഞാൻ ഇറങ്ങാം. ഞാനോ ഒന്ന് കാറ്റ് കൊള്ളാൻ വന്ന. എന്തേ? നീ ഒന്ന് മാറിയേ. അവളെന്താ ഇവിടെ? അവളോ? അവള് അപ്പൊ നീ കണ്ടില്ലേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയവള് മൈഥിലി? എനിക്കറിയത്തില്ല, ഞാനൊന്നും കണ്ടില്ല. അവളിപ്പോ എവിടുന്ന് ഇറങ്ങിപ്പോയി നീ കണ്ടില്ല? ഷെടാ ഇല്ലെന്നല്ല പറഞ്ഞേ. ഇതൊന്ന് കൂത്ത്.
അവൻ ഇവിടെ നിന്നിട്ട് അവളെ കണ്ടില്ലാന്നോ? കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. കണ്ടുപിടിക്കണം. താൻ എവിടെയായിരുന്നു? ഞാൻ ലൈബ്രറിയില്. എന്റെ ലൈബ്രറിയിലോ? എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ കണ്ടില്ലല്ലോ. ആണോ? ഞാനവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തതായിരിക്കും. ഞാനിപ്പോ വരാവേ. മിഥുനെന്താ പറ്റിയേ? എന്റെ ഈശ്വര, ഇപ്പെല്ലാം കുളമായത്. എന്താണോ വെറുതെ ഇരുന്ന് ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ വെറുതെ. ഇന്നത് ഉപ്പ് പോവോളാം അല്ലേ? കൊള്ളാം. അതെ, ചിരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് എണീറ്റ് പോകാമോ? കുറെ നേരം ആയല്ല. ഒതിൽ നിൽക്കുന്നോ? നീ പോടാ. ഇവന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് ചിലപ്പോ നീ രാവിലെ കുളിക്കാത്തോണ്ടാവൂടാ. ഏയാ തീർന്നോ എന്റെ പൊളിച്ച കോമഡി? രാവിലെ ഓരോന്നും കൊണ്ട് ഇറങ്ങിക്കോളും. ഇത് പോയടാ. എടാ മാധവെന്തേ? ഷെടാ, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ എവിടെ പോയി? ഇതിങ്ങനെ വിട്ട പറ്റില്ല. നിങ്ങൾ വന്നേ. വന്ന് മിഥുനെ ഇപ്പൊ കണ്ടുകിട്ടുന്നേ ഇല്ലല്ലോ. അത് ഞാനും ഓർക്കുന്നേ. എന്ത് ചോദിച്ചാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പോലും ഇല്ല. കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തോ നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന പോലെ അല്ലേ? ഇനി നമ്മളറിയാതെ വല്ല റിലേഷൻഷിപ്പിലോ? എന്റെ അന്നമ്മേ, നീ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയല്ലേ. അയാൾ എന്തെങ്കിലും കാര്യത്തില് ബിസി ആയിരിക്കും. വാ, എന്തായാലും പോയി നോക്കാം. ഇതിനായിരുന്നു നീ എന്നെ ഇങ്ങോട്ട് വിളിച്ച? പിന്നെ ഞാൻ വിചാരിച്ചു നീ പലതും വിചാരിക്കും. മര്യാദയ്ക്ക് വിട്ടിരുന്ന് പഠിച്ചോ. നീ ഇരുന്ന് പഠിച്ചോ, ഞാൻ പോവാം. മാധവ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്റേണൽ എക്സാംസ് ആവരുത്, അത് കഴിഞ്ഞ് മെയിൻ എക്സാംസ്. എന്താ അതിന്റെ ഉദ്ദേശം? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാതെ വല്ലോ 4 അക്ഷരം പഠിച്ചുകൊണ്ട് നിൽക്കാം. സപ്ലി എങ്ങാനും കിട്ടിയാണ്ടല്ലോ, പിന്നെ ഞാൻ മിണ്ടാൻ വരുമെന്ന് എന്റെ പൊതുവെ വിചാരിക്കണ്ട. ഓഹോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരത്തില്ലായിരുന്നു. നീ എന്തോ ഈ ആലോചിച്ചു കൂട്ടുന്നേ? സമയം കളയാതെ മര്യാദയ്ക്ക് വന്നിരുന്ന് പഠിക്കാൻ നോക്കാം.
ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നീ ഇത് നോക്കി പഠിക്കാം. ബാക്കി ഞാൻ നാളെ തരാം. ഓ, ഇനി ഇതും ഉണ്ടായിരുന്നു. പ്രേമിക്കാൻ ഇത്ര പാടാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ടീച്ചറ. ഇത് വല്ലാത്ത ചെയ്തായി പോയി. ആ, എന്താടാ? എന്ത്? ഞങ്ങക്ക് ലൈബ്രറി വന്നൂടെ? അല്ല, നീയൊന്നും ഇന്നേ വരെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോലും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഓ, വലിയ പഠിപ്പിസ്റ്റിൽ വന്നിരിക്കുന്നു. നിങ്ങളിങ്ങനെ വന്നേ, നമുക്ക് അകത്ത് കയറി നോക്കാം. അതിന് ലൈബ്രറി കയറാൻ നീ കാർഡ് എടുത്തിട്ടുണ്ടോ? അതെന്തോന്നു? അതൊക്കെ വേണം ഇതിന്റെ അകത്ത് കയറാൻ? ഹേയ് വേണ്ട, നീ അങ്ങോട്ട് ചെല്ല്. അവരെന്നെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കേട്ട്. അതിന് നിനക്കെന്താ? ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ ഇങ്ങോട്ട് വാ, ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഷേടാ, നിനക്കെന്തിന്റെ സുഖടാ? നിനക്കെന്താടാ? മാധവ്, അപ്പൊ ശരിക്കും ഇവരോട് കയറിയോ? അവന്റെ പുറയിലാരോ നോക്കി. ഒരുമിച്ച് നീ എന്തിനാ ഇത് ലൈബ്രറി കയറിയേ? എനിക്കെന്താ ലൈബ്രറി കയറാൻ പാടില്ലേ? അല്ല, കോളേജിൽ ചേർന്നിട്ട് ഇത്ര നാളായിട്ടും ഇല്ലാത്ത ശീലം ഇപ്പൊ എവിടുന്ന്? നീയൊക്കെ ഇങ്ങനെ തെക്കോട്ട് വടക്കോട്ട് നടന്നോ? പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. വല്ലതും ഒക്കെ എടുത്തു വെച്ച് പഠിച്ചൂടെ, ചുമ്മാ വായി നോക്കി നടത്താതെ. ഇവന്റെ ചാട്ടം ഇത് എങ്ങോട്ടാ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് കൈവിട്ടു പോയി. എടോ, റെഡി ആയില്ലേ? വാ, ടൈം ആവുന്നു. അല്ല, ഞാനിന്ന് വരുന്നില്ല, നല്ല തലവേദന. ആണോ? എന്ത് പറ്റി? പനിയുണ്ടോ? പനിയൊന്നുമില്ല, ഒന്ന് കിടന്ന് ഉറങ്ങിയ ശരിയാവും. നിങ്ങൾ പോയിക്കോ, ടൈമായി. എന്നാ പിന്നെ നമുക്കൊന്ന് പോണോ? അത് ശരിയാ, ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞില്ലേ, നമുക്കൊന്നും പോവണ്ട. അയ്യോ, അത് വേണ്ട, നിങ്ങൾ പോയിക്കോ, അറ്റൻഡൻസ് കിട്ടണ്ടല്ലേ. അത് സാരില്ലടോ, അത്യാവശ്യം അറ്റൻഡൻസ് ഒക്കെ ആയിട്ടുണ്ടല്ലോ, പിന്നെന്താ. എന്നാലും അത് വേണ്ട, വെറുതെ ഇതിനാ ലീവ് എടുത്ത് കളയുന്നേ. അതുമല്ല, എല്ലാരും കൂടെ ചെല്ലാതിരുന്ന സാർ നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. എന്നാ പിന്നെ വാ, എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ, നമുക്ക് പോയേക്കാം. അത് ശരിയാ, എന്നാ പോയിട്ട് വാ. ബൈ. മിഥുന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അതുറപ്പാ. റോസേ, റോസേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? മിഥുനെ കണ്ടിട്ട് തലവേദനയുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് പോയേ എന്റെ അന്നമ്മേ, അവിടെ ഒടുക്കത്തെ ഒരു സംശയം. അല്ലെങ്കിൽ നീ എപ്പോഴും അങ്ങനെയാ. അതിന് ഞാനൊന്നും എളുപ്പവാ,
ഇവന്മാരൊന്നും കോളേജിലൊന്നും പോകുന്നില്ലേ? ഇതൊന്നും ആരും റെഡി ആവത്തെ? കോളേജിൽ പോകുന്നില്ലേ? ഓ, ഞങ്ങളൊന്നും പോകുന്നില്ല. പോകുന്നില്ലേ? അതെന്താ പോകാത്തെ? അതൊന്നും ശരിയാതില്ല. വേറെ പോവാം. ആഹാ, അത് കൊള്ളാലോ. ഞങ്ങൾ ഇന്ന് എന്തായാലും പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയിക്കോ. ആ, ഞാൻ പോവും. ഇതെങ്ങനെ വിട്ടാ പറ്റത്തില്ല. വാ 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 വാ, എനിക്ക് അവന്റെ കറക്കം എങ്ങോട്ടേക്കാണെന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. ആ വാ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ അവന്റെ ഒരു കറക്കം. എന്തോന്നടാ? ആ, അല്ലെങ്കിൽ തന്നെ നീ തന്നെ പറ. പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയ്ക്ക് ലൈബ്രറി പോന്നു, പഠിച്ചു നന്നാവും പറയുന്നു. നമ്മളാരും ക്ലാസ്സിൽ പോകാത്ത ദിവസം ദേ ഇപ്പൊ കോളേജിലും പോന്നു. ഇതൊന്നും ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. നീ നോക്കണ്ട, എന്റെ മാധവ് ഇങ്ങനല്ല. അതെ, എന്റെ മാധവ് ഇങ്ങനെയല്ല. വാ വാ വാ, ഇപ്പൊ പോയാ അവന്റെ പുറകെ വെച്ചു പിടിക്കാം. വിചാരിച്ചതുപോലെ തന്നെ അവനിവിടെ ഇല്ല. അമ്മ, മൈഥിലി എന്തേ? അവളെന്തേന്ന് അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? ആഹാ ആഹാ, അവൾ എന്തേന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഇവിടെ മൈഥിലിയും ഇല്ല, മാധവും ഇല്ല. നീയൊക്കെ ഇവിടെ പരദൂഷണം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അത് തീർത്തിട്ട് ഇന്ന് ബാക്കി കാര്യമുള്ളൂ. ആണല്ലേ? എന്നാ പിന്നെ ഞങ്ങൾക്കും കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. നീയൊക്കെ വരുന്നുണ്ടെങ്കിൽ വാ, പിന്നെ ഞങ്ങൾ ഇനി വിളിച്ചില്ല പറഞ്ഞില്ല എന്ന് പറയില്ല. അല്ല, എന്തായാലും ഇന്നിനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ പോവാല്ലേ? അല്ലേ ശി? 2-3 ദിവസങ്ങളായിട്ടുള്ള നമ്മുടെ ഡൗട്ട്സും ക്ലിയർ ആക്കാലോ. എന്നൊരു വേല എന്റെ കർത്താവേ. അവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. നമുക്ക് തിരിച്ചു പോയാലോ? ആഹാ, നിനക്കെല്ലാരും സംശയം. ഇനി നിന്റെ സംശയം തീർത്തിട്ട് അങ്ങ് പോയാ മതി. റോസു, അല്ല, എന്തായാലും ഇവിടെ വരെ എത്തി. അവരോട്ട് കണ്ടുപിടിക്കാനും പറ്റില്ല. എന്നാ പിന്നെ നമുക്കൊരു സിനിമ കണ്ടിച്ചു വന്നാലോ? ആടാ, നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഇവൻ നോക്കടാ, തേടിയ വള്ളി കാല ചുറ്റി. ഏത് വള്ളി? ഓ, അങ്ങോട്ട് നോക്കടാ പോട്ടാ. രാവിലെ പഠിക്കാൻ പോയവൻ ദേ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നാലും അവരെങ്ങനെ ഒരുമിച്ച് ഇപ്പൊ കാണുന്നില്ലല്ലോ കർത്താവെ. നീയൊക്കെ അവിടെ വായി നോക്കിക്കൊണ്ട് നിന്നോ. രണ്ടുപേരും 2 വഴിക്കൊക്കെ പോയി. ഇനി എന്തിനാ എവിടെ നിൽക്കുന്നേ? വാ പോവാ.
വന്നോ? ഇന്ന് നേരത്തെ ആണല്ലോ. നല്ല തലവേദനയായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. ആണല്ലേ? നല്ല വെയിലൊക്കെ അല്ലേ? തലവേദന കാണും. അല്ല, എന്നാ താൻ പോയി റെസ്റ്റ് എടുത്തോ. രാവിലെ മുതല് നല്ല പണിയല്ലായിരുന്നോ? ക്ഷീണം കാണും. പിന്നെ കാണാം. ബൈ. ഓക്കെ, ബൈ. മിതു, തനിക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? സത്യമായിട്ട് തനിക്കൊന്നും പറയാനല്ലേ? ഇല്ല. എന്താ എന്നു അങ്ങനെ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ലടോ. അയാള് വെറുതെ. താൻ കിടന്നോ. നീ വന്ന അന്നമ്മേ. എന്താ റോസു, നമുക്ക് ഇന്ന് നടന്ന കാര്യം അവളോട് ചോദിക്കണ്ടേ? വേണ്ട, ഇപ്പൊ നമ്മളായിട്ടൊന്നും ചോദിക്കണ്ട. അവൾ ഇങ്ങോട്ട് ഒന്ന് പറയുമെന്ന് നോക്കാം. കിടക്കുന്ന കുഴപ്പമില്ല തേണ്ടി. ആഹാ, നിങ്ങൾ വന്നോ? എവിടെയായിരുന്നു? ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് കണ്ടതേയില്ലല്ലോ. നീ കാണത്തില്ല. അല്ലേലും ഞങ്ങളെയൊക്കെ എവിടുന്ന് കാണാനാ? കാണേണ്ടവരെയൊക്കെ അല്ലേ കാണത്തുള്ളൂ. എന്തോന്ന്? ഏയ്, ഒന്നുമില്ല. അല്ല, മോനിന് നല്ലോണം പഠിച്ചോ? പിന്നെ ഇന്ന് ഫുൾ ടൈം ക്ലാസ് അല്ലായിരുന്നോ? ആണല്ലേ. ഡാ അമിതേ, കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കടാ. ഈ വെയിലത്ത് രാവിലെ തൊട്ടുള്ള പഠിത്തമൊക്കെ അല്ലേ? ക്ഷീണം, ചൂടൊക്കെ അല്ലേ? എന്തോ എവിടോ മുന വെച്ചുള്ള സംസാരം. ഇനി അവന്മാർ ഞാനങ്ങനെ വിചാരിക്കാനേ പാടില്ല. ശേ, നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് 13 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ നാളെ തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റഡി ലീവ് തരുക. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അതുകൊണ്ട് സമയം കളയാതിരുന്ന് പഠിച്ചോണം. പിന്നെ ഹോസ്റ്റലേഴ്സിനെ ശ്രദ്ധിക്കുക. ഗ്യാങ് കൂടിയുള്ള പഠിത്തം ഒന്നും ഇവിടെ നടത്താവുന്ന കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ വീട്ടിൽ പൊക്കണം. ആരും ഇവിടെ കറങ്ങി വെക്കേണ്ട കാര്യമില്ല, കേട്ടല്ലോ? അപ്പൊ ഇത് എക്സാമിന് കാണാം. എന്റെ കൂടെ വന്നാ മതി. വൈകുന്നേരം ഒരുമിച്ച് പോകാം. ഞാൻ വിളിക്കാം. മിതു, നിങ്ങൾ ഇറങ്ങിക്കോ. എന്നെ വിളിക്കാൻ വരും. ആര് വരും? അമ്മ ഡ്രൈവർ അങ്കിളിനെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാ ശരി. എന്നാ ഇനി എക്സാമിന് കാണാം. ബൈ. ഡാ, ഇനി നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്. എന്റെ ബൈക്കിന് ചെറിയ കംപ്ലൈന്റ്. വേണ്ട വേണ്ട വേണ്ട, എന്നോട് ആരും വരണ്ട. നീ എന്നെ ദുഷ്ടമാടാ. അവനും കൂടെ വന്നു. ഇപ്പൊ എന്താ? അല്ല, അത് ഞാൻ അതിന് ഇന്നലല്ലോ പോകുന്നേ. നാളെയല്ലേ? നാളെയോ? അതുകൊണ്ടോ നീ ഇന്ന് പോകാത്തെ? ഷടാ, ഇന്ന് പോകാൻ എനിക്ക് മൂടില്ല. എന്തേ? ആണല്ലേ, മൂടില്ല അല്ലേ? ആയിക്കോട്ടെ, ശരി. എന്നാ ഇനി നമുക്ക് എക്സാമിന് കാണാം. ഞങ്ങൾ ഇറങ്ങുക. അവിടുന്ന് എല്ലാരും പോയോ? എല്ലാരും പോയി. നീ എവിടെയാ? ഇറങ്ങിക്കോ, ഞാനിപ്പോ വരൂ. ഓക്കെ, എന്നാ ഞാൻ കോളേജിന്റെ ബാക്ക് സൈഡ് കാണും. ബൈ.
വാ കേറ്. എന്താ പോവാത്തെ? എളുപ്പം പോ. അതെ, വഴിയിൽ ഫുൾ ഗട്ടറ. തെറിച്ച് വീഴണ്ടെങ്കിൽ മര്യാദക്ക് പിടിച്ചിരുന്നു. ഇവന്റെ കാര്യം എളുപ്പം വീട് കോളേജിൽ ആരെങ്കിലും കാണും. ആര് കണ്ടാലും നോ പ്രോബ്ലം. മര്യാദക്ക് എന്നെ പിടിച്ചിരിക്കാതെ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ആക്കൂല. നിന്നുണ്ടല്ലോ. ഇനി പോവാലോ. ഓക്കേ. എളുപ്പം പോ. പണി പാളി.